ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമ്മുടെ നീറ്റ്, ജെഇ മെയിൻ, കീം പോലത്തെ എൻട്രൻസ് എക്സാമുകൾ ക്ലിയർ ചെയ്യാൻ നമ്മുടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്ന നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് ക്രാഷ് കോഴ്സ്, അല്ലേ? ക്രാഷ് കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഈ വർഷത്തെ അതായത് വരാനിരിക്കുന്ന വർഷത്തെ ക്രാഷ് കോഴ്സ് 2024 പ്രോഗ്രാമിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 3 ഫേസുകളായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. നമ്മുടെ ഫേസ് 1 ക്ലാസ് ഈ വരുന്ന നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയം ഉണ്ടായിരിക്കും എങ്ങനെയായിരിക്കും ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിലൂടെ ആ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക്, ഈ വരുന്ന ക്രാഷ് 2024 പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, എന്തൊക്കെയാണ് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ്, കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ നമുക്ക് സമയം കളയാതെ നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം, അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോകേണ്ടത് നമ്മുടെ ഗൂഗിളിൽ ബ്രില്യൻറ്റ് പാല എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും brilliantpala.org എന്ന് പറഞ്ഞ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്കാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ സാധിക്കുന്നത്. സോ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ പല കോഴ്സുകളെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ ഈ ഒരു നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്കിതെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെയാണെങ്കിൽ റിപ്പീറ്റേഴ്സ്, അതുപോലെ ടെസ്റ്റ് സീരീസ്, CUT, BSO, ക്രാഷ് സ്ക്രീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്കെല്ലാം രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും നമുക്കിവിടെ വേണ്ടത് മെയിനായിട്ട് നമ്മുടെ ഒരു ക്രാഷ് 2024 എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്രാഷ് 2024 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമുക്ക് ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അതല്ല, ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കോഴ്സസിനകത്ത് ക്ലാസ് റൂം അതുപോലെ തന്നെ ഓൺലൈൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്ലാസ് റൂമിനകത്ത് ഇവിടെ ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈനകത്തും ക്രാഷ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ക്രാഷ് ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നത്. നമ്മൾ ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രാഷ് കോഴ്സ് 2024 നീറ്റ്, ജെഇ മെയിൻ ആൻഡ് കീം. ഓക്കെ, അപ്പം ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള കുറച്ച് കോഴ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കോഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പം ടാർഗറ്റ് ഗ്രൂപ്പ് സ്റ്റുഡൻസ് ഹു ആർ കംപ്ലീറ്റഡ് ആർ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12 ക്യാൻ ജോയിൻ. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ് ടു എൻട്രൻസ് എക്സാമിനേഷൻ വരെയാണ്. അതായത് ഇനി അടുത്ത എൻട്രൻസ് എക്സാമിനേഷൻ വരെ ആയിരിക്കും ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിൻ്റെ ഡ്യൂറേഷൻ. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ 3 ഫേസുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ക്രാഷ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഫേസ് 1 എന്ന് പറയുമ്പം ഓൺലൈൻ ഓർ ഹൈബ്രിഡ് ബാച്ചുകളായിരിക്കും. ഫേസ് 2-നകത്തും ഓൺലൈൻ ഹൈബ്രിഡ് ബാച്ചുകളായിരിക്കും. ഫേസ് 3-കകത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകളായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഇവിടെ കോഴ്സ് ബ്രോഷർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു കോഴ്സ് ബ്രോഷറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. സോ നമുക്കിതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഒരു ബ്രോഷർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ബ്രോഷറാണിത്. സോ ഇവിടെ ഈ ഒരു ഡൗൺലോഡ് ദ ബ്രോഷർ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസും വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്രോഷറിനകത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രാഷ് 2024 ന്യൂ ബാച്ച് സ്റ്റാർട്ട്സ് ഓൺ ഓൺലൈൻ, ക്ലാസ് റൂം ആൻഡ് ഹൈബ്രിഡ് 3 രീതിയിലുണ്ട്. ഓൺലൈൻ കോച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലാസ് റൂം കോച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് കോച്ചിങ് ഉണ്ട്. 3 ഫേസുകളായിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഫേസ് 1, ഫേസ് 2 ആൻഡ് ഫേസ് 3. 3 ഫേസുകളായിട്ടാണ് ഈ ഒരു ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫേസ് 1 എന്ന് പറയുന്നത് ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ബാച്ചുകളാണ്. അതായത് ഈ നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺലൈൻ ബാച്ചുകളും അതുപോലെ തന്നെ ഹൈബ്രിഡ് ബാച്ചുകളുമാണ്. ഫേസ് 2-നകത്ത് വരികയാണെങ്കിൽ ജനുവരി 2024 നമ്മൾ ഈ ഒരു ഫേസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ബാച്ചുകളാണ് ജനുവരി 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഫേസ് 3 വരുവാണെങ്കിൽ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചുകളാണ് ഫേസ് 3-കകത്ത് വരുന്നത്. അതിനകത്ത് ഹൈബ്രിഡ് ബാച്ചുകൾ വരുന്നതായിരിക്കുമല്ല. ഫേസ് 3-കകത്ത് ഓൺലൈനും ഓഫ്ലൈനും മാത്രമായിരിക്കും ഫേസ് 3-കകത്ത് ബാച്ചുകൾ വരുന്നത്. അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബോർഡ് എക്സാം കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് നമ്മൾ ഈ ഒരു ഫേസ് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു ഓൺലൈൻ, ക്ലാസ് റൂം ആൻഡ് ഹൈബ്രിഡ് ബാച്ചുകളെ പറ്റി പറയുകയാണെങ്കിൽ ഓൺലൈൻ ബാച്ചുകൾ എന്ന് പറയുമ്പം ഫുള്ളി ഓൺലൈൻ മോഡിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകളും എക്സാംസുകളും എല്ലാം. അതുപോലെ തന്നെ ഓഫ്ലൈൻ എന്ന് പറയുമ്പം നമ്മൾ ഫുള്ളി ഓഫ്ലൈൻ മോഡിലായിരിക്കും
ഈ ഒരു നമ്മുടെ ക്ലാസ് റൂം കോച്ചിങ് ആയിരിക്കും. അതുപോലെ തന്നെ എക്സാം എല്ലാം ഓഫ്ലൈൻ ആയിരിക്കും, ഓൺലൈനായിട്ട് യാതൊരു ബന്ധവും കാണുമല്ല. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ക്ലാസ്സസ് ആൻഡ് എക്സാംസ് വിൽ ബി കണ്ടക്ടഡ് ഓൺലൈൻ ടിൽ ബോർഡ് എക്സാംസ്. ആഫ്റ്റർ ബോർഡ് എക്സാംസ് ക്ലാസ്സസ് ആൻഡ് എക്സാംസ് വിൽ ബി കണ്ടക്ടഡ് ഓൺ ഓഫ്ലൈൻ മോഡ്. അതായത് ബോർഡ് എക്സാമിന് മുന്നേ നമ്മൾ ക്ലാസ്സുകളും എക്സാമുകളും എല്ലാം ഓൺലൈൻ മോഡിലായിരിക്കും ഫുള്ളി കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ ബോർഡ് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫുള്ളി ആ ഒരു ഓഫ്ലൈൻ മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഫുള്ളി നമ്മുടെ ക്ലാസ്സുകളും എക്സാംസുകളും എല്ലാം ഓഫ്ലൈൻ മോഡിലായിരിക്കും. ഈ ഒരു ബോർഡ് എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ +2 ബോർഡ് എക്സാം കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളും എക്സാംസുകളും എല്ലാം ഓഫ്ലൈൻ മോഡിലായിരിക്കും. ഓക്കെ, അതിന് മുന്നേ എന്തായാലും ഓൺലൈൻ ആയിരിക്കും. അതായത് ഓൺലൈനും ഓഫ്ലൈനും കൂടി കമ്പൈൻ ചെയ്താണ് ഈ ഒരു ഹൈബ്രിഡ് ബാച്ച് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സിനെ പറ്റി നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. സോ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം ഈ ഒരു ബ്രോഷറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സംശയമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്തിട്ട് അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഫീസ് സ്ട്രക്ചർ, ഈ കോഴ്സിനെ പറ്റിയുള്ള ഒരു ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ സ്കോളർഷിപ്പും എല്ലാം ഈ ഒരു ബ്രോഷറിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ബ്രോഷർ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുള്ളൂ. ഓക്കെ, യെസ്, അടുത്തായിട്ട് ഇവിടെ കോഴ്സ് വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കോഴ്സ് വീഡിയോയ്ക്കകത്ത് ഈ ഒരു കോഴ്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു കോഴ്സിനെ പറ്റി അറിയാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സ് വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ഹൗ ടു രജിസ്റ്റർ വീഡിയോ ആണ് ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഒരു എടുക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോയ്ക്കകത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ വീഡിയോ എങ്ങനെയാണ് ഈ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ള ഹൗ ടു രജിസ്റ്റർ വീഡിയോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും താഴെയായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്, ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോഴ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ഉണ്ടായിരിക്കും. സോ ആ ഒരു സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി ഈ ഒരു കോഴ്സിലേക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾ ഈ ഒരു ബ്രില്യൻറ്റിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് ഇവിടെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ബ്രില്യൻറ്റിൽ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്, കൺഫേം പാസ്വേഡ്, അതുപോലെ തന്നെ സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. സോ നമുക്ക് എന്തായാലും ഈ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നുള്ള ഇവിടെ കൊടുക്കാം. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് +2 ക്രാഷ് ഓർ റിപ്പീറ്റേഴ്സ് 2024 കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്, ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെക്ക് ബോക്സ് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ നമുക്കൊരു OTP വരുന്നതായിരിക്കും. നമ്മൾ ഏത് മൊബൈൽ നമ്പർ വെച്ചാണോ നമ്മളിപ്പോൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയത് ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. സോ ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ OTP വെരിഫൈഡ് ആയി നമ്മുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നമ്മൾ എൻ്റർ ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ട്. ഇവിടെ നിങ്ങൾക്ക് എൻ്റെ പേര് അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് ID കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് ID ക്രിയേറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഫ്യൂച്ചറായിട്ടുള്ള യൂസിന് ഈ ഒരു സ്റ്റുഡൻറ്റ് ID അതുപോലെ തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട അത്യാവശ്യമാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് ഇനിയും കയറണമെങ്കിൽ ഈ ഒരു സ്റ്റുഡൻറ്റ് ID അതുപോലെ തന്നെ പാസ്വേഡും യൂസ് ചെയ്ത് ലോഗിൻ ചെയ്താണ് കയറേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡൻറ്റ് ID നിങ്ങളുടെ ഒരു മെയിലായിട്ടോ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, യെസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിലേക്കാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഏറ്റവും താഴെയായിട്ട് ക്രാഷ് 2024 മെഡിക്കൽ ഓൺലൈൻ, ക്രാഷ് 2024 എഞ്ചിനീയറിംഗ് ഓൺലൈൻ, അതുപോലെ തന്നെ ക്രാഷ് 2024 മെഡിക്കൽ ഹൈബ്രിഡ്, എഞ്ചിനീയറിംഗ് ഹൈബ്രിഡ്, മെഡിക്കൽ ഹൈബ്രിഡ് phase 2, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഹൈബ്രിഡ് phase 2, മെഡിക്കൽ ഓഫ്ലൈൻ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഓഫ്ലൈൻ എന്ന് പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അതുപോലെ തന്നെ ഹൈബ്രിഡായിട്ടും നമുക്ക് 3 രീതിയിലുണ്ട്. സോ നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം ഇവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ മെഡിക്കൽ ഓൺലൈൻ ബാച്ചിലേക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ക്രാഷ് 2024 മെഡിക്കൽ ഓൺലൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ ഇവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി അതല്ല നിങ്ങൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ
ഇവിടെ തൊട്ട് താഴെയായിട്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അതിൽ വേണമെങ്കിൽ എൻറോൾ നൗ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനി അതല്ല ഹൈബ്രിഡ് ആണ്, ഫേസ് 1 ഹൈബ്രിഡ് ബാച്ചിലേക്കാണ് വേണ്ടതെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നോക്കി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്കും എൻറോൾ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഹൈബ്രിഡ് ഫേസ് 2 വേണ്ടതെങ്കിൽ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇവിടെ മെഡിക്കൽ ഓഫ്ലൈൻ, നിങ്ങൾ ഓഫ്ലൈൻ ക്രാഷ് കോഴ്സ് ഓഫ്ലൈൻ ബാച്ചിലേക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇവിടെ മെഡിക്കൽ ഓഫ്ലൈൻ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഓഫ്ലൈനും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എൻറോൾ ചെയ്യാവുന്നേ ഉള്ളൂ. വേറെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ടൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. വേറെ ഒരു ഡൗട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫസ്റ്റ് ഫേസ് ഈ നവംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ബാച്ചുകളാണ് ഈ വരുന്ന നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ പിന്നീട് ഒരു മാർച്ച് സമയങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു നവംബർ 1 നമ്മുടെ ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്തായാലും തൽക്കാലം ഞാൻ ആ ഒരു ഓൺലൈൻ ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു മെഡിക്കൽ ഓൺലൈൻ തൽക്കാലം എടുക്കാം. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് എല്ലാം സെയിം തന്നെയായിരിക്കും, യാതൊരു മാറ്റവും ഉണ്ടായിരിക്കുന്നതല്ല. സോ എന്തായാലും തൽക്കാലം ഞാനിവിടെ ഈ ഒരു ക്രാഷ് 2024 മെഡിക്കൽ ഓൺലൈൻ ബാച്ചിലേക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറേഷൻ 6 months ആണ്. അതുപോലെ തന്നെ അഡ്മിഷൻ ടൈം 1 October to 31 March 2024 വരെയാണ്. നവംബർ, ജനുവരി, മാർച്ച് എന്നീ മാസങ്ങളിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 ഫേസ് ആയിട്ട്. ഓക്കെ, ഫേസ് 1 ബാച്ച് നവംബർ ആണ്, ഫേസ് 2 ബാച്ച് ജനുവരിയാണ്, ഫേസ് 3 ബാച്ച് മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എൻറോൾ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇതെന്തായാലും നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ മറ്റൊരു വിൻഡോയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെയും ഈ ഒരു ക്രാഷ് 2024 മെഡിക്കൽ ഓൺലൈൻ ബാച്ചിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു റീഫണ്ട് പോളിസിയെ പറ്റിയും ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്കൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ വ്യൂ പ്രോസ്പെക്ടസ്, നിങ്ങൾക്ക് ഒന്നുകൂടെ ഈ ഒരു ബ്രോഷർ ഒന്ന് വായിച്ച് നോക്കണമെങ്കിൽ ഈ ഒരു വ്യൂ പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് സെന്റർ അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് 2 ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെലക്ട് സെന്റർ നമുക്ക് ഫില്ല് ചെയ്യാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫേസ് 1 വിത്ത് മെറ്റീരിയൽ, ഫേസ് 1 വിത്തൗട്ട് മെറ്റീരിയൽ, ഫേസ് 2 വിത്ത് മെറ്റീരിയൽ വിത്തൗട്ട് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഫേസ് 3 വിത്ത് മെറ്റീരിയൽ വിത്തൗട്ട് മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത്. അതായത് നമ്മൾ ഏത് ഫേസിലേക്കാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതായത് ഞാൻ പറഞ്ഞു 3 ഫേസ് ആയിട്ടുണ്ട്, നവംബർ, ജനുവരി, മാർച്ച്. ഈ 3 ഫേസിലാണ് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഫേസിലേക്കാണ്, അതായത് നവംബറിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടെ സെലക്ട് സെൻറ്റർ കൊടുക്കുമ്പോൾ ഫേസ് 1 ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, വിത്തൗട്ട് മെറ്റീരിയൽ ഉണ്ട്, വിത്ത് മെറ്റീരിയൽ ഉണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് 1 നിങ്ങൾ നോക്കുന്നതെങ്കിൽ, മെറ്റീരിയലും കൂടെ വേണമെങ്കിൽ ഫേസ് 1 വിത്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് നോക്കുകയാണെങ്കിൽ നീഡ് മെഡിക്കൽ ബാച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ഫീസ് സ്ട്രക്ചർ കാണാൻ സാധിക്കുന്നതായിരിക്കും, ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഫീസ് സ്ട്രക്ചർ. ഓക്കെ, രജിസ്ട്രേഷൻ ചാർജസ് പ്ലസ് ട്യൂഷൻ ഫീ ഉൾപ്പെടെ ഇത്രയും രൂപയാണ് ഈ ഒരു ഫേസ് 1 നിങ്ങൾക്ക് പേ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതും ഒന്ന് നോക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ആണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ്, അപ്പം അടുത്ത വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ആ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് വന്നത്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്. പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് സ്ട്രീമിലാണ്, CBSE ആണോ, SLC ആണോ, ICSE ആണോ എന്നിവ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ എന്തായാലും ഇവിടെ CBSE കൊടുക്കുകയാണ്. ഓക്കെ, എൻ്റർ ക്ലാസ് 10 ഡീറ്റെയിൽസ്, നിങ്ങൾ ക്ലാസ് 10 ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, അതുപോലെ തന്നെ എൻ്റർ റോൾ നമ്പർ. 10ലെ നിങ്ങളുടെ ഇയർ ഓഫ് പാസിങ്ങും റിസൾട്ട് സ്റ്റാറ്റസും റോൾ നമ്പറും ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അടുത്തായിട്ട് എൻ്റർ ക്ലാസ് 10 മാർക്ക്, നിങ്ങളുടെ 10ലെ മാർക്കാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് സയൻസ് എത്ര മാർക്കാണ് കിട്ടിയത് ഔട്ട് ഓഫ് 100, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് എത്രയാണ് കിട്ടിയത് ഔട്ട് ഓഫ് 100. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക. അപ്ലോഡ് 10 മാർക്ക് ലിസ്റ്റ്, നിങ്ങളുടെ 10ലെ മാർക്ക് ലിസ്റ്റും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. സോ ഇതും ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഫയൽ സൈസ് അപ് ടു 1 MB ആൻഡ് ഫയൽ ഫോർമാറ്റ് ഷുഡ് ബി ഇൻ JPG ഓർ PNG ആൻഡ് PDF ഫുള്ളി. ഓക്കെ, അത് നോക്കാം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു മാർക്ക് ലിസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്തു. ഇനി അടുത്തതായിട്ട് എൻ്റർ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതും ഇതുപോലെ തന്നെ സെലക്ട് സ്ട്രീം കൊടുക്കുക. എൻ്റർ ക്ലാസ് 12 ഡീറ്റെയിൽസ്,
ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ റിസൾട്ട് സ്റ്റാറ്റസ്. ഓക്കെ, നിങ്ങൾ +2 കംപ്ലീറ്റ് ചെയ്ത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ വെയിറ്റിംഗ് ഫോർ റിസൾട്ട് കൊടുക്കാം. ഇനി അതല്ല നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ പാസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് എൻ്റർ +2 ക്ലാസ് മാർക്ക്, അതായത് നിങ്ങളുടെ +2വിലെ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇത്രയും സബ്ജക്റ്റിൻ്റെ മാർക്ക് നിങ്ങളുടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ നീറ്റ് സ്കോർ, അതായത് നിങ്ങൾ നേരത്തെ ഒരു നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു നീറ്റ് സ്കോർ കൊടുക്കാവുന്നതാണ്. അതായത് 2023 നീറ്റ് എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കോർ, ആ ഒരു നീറ്റ് എത്രയാണ് നിങ്ങൾ സ്കോർ നേടിയത്, ആ ഒരു സ്കോർ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നീറ്റ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഈ ഒരു ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ സെലക്ട് ഇയർ, മാർക്ക്, ആപ്ലിക്കേഷൻ നമ്പർ എത്രയാണ്, അതുപോലെ തന്നെ മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, തൽക്കാലം ഞാനിവിടെ അത് ക്ലിക്ക് ചെയ്യുന്നില്ല. അടുത്തായിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. മസ്റ്റ് കൺഫേം യുവർ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻറ്റേർഡ് ഫോർ ആക്ടിവേറ്റിംഗ് ദ അഡ്മിഷൻ റിക്വസ്റ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. സോ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ എന്തായാലും ഇവിടെ ഫുള്ളും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം ഇവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ. യെസ്, അപ്പം അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോഴ്സ് പേയ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ലാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളത്. സോ ദ ഫസ്റ്റ് വൺ, പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ നമ്പർ, അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോയും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ഫോട്ടോ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോ സൈസ് എത്രയാണ് വേണ്ടത്, സോ ആ ഒരു ഫ്രെയിം സൈസിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. ഇവിടെ എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഇമേജ്, അപ്ലോഡ് പാസ്പോർട്ട് ഫോട്ടോ ഇൻ JPG ഓർ PNG ഫോർമാറ്റ്, ഷുഡ് ബി ബിലോ 300 KB, 300 KB താഴെ ആയിരിക്കണം ഫോട്ടോ. അതുപോലെ തന്നെ JPG ഓർ PNG ഫോർമാറ്റിലായിരിക്കണം ഈ ഒരു ഫോട്ടോ വേണ്ടത്. സോ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഇമേജ്, നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. യെസ്, അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ക്ലാസ് സ്റ്റഡിങ് ഓർ കംപ്ലീറ്റ് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെയും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ക്ലാസ് 12 ക്രാഷ് ഓർ റിപ്പീരിയസ് 2024 ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഫില്ല് ചെയ്ത് കൊടുത്തതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, സോ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ നെയിം ഓഫ് സ്കൂൾ, ലാസ്റ്റ് സ്റ്റഡി ഡോ സ്റ്റഡി, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങിയ ആ ഒരു സ്കൂളിൻ്റെ പേര് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ അഡ്രസ് ലൈനും, അതുപോലെ തന്നെ കൺട്രി, പ്രീവിയസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രീവിയസ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങൾ ഇതിനു മുന്നേ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും കൊടുക്കുക. ഓക്കെ, എന്തായാലും ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അടുത്തായിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ്, സ്റ്റേറ്റ്, പിൻകോഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. യെസ്, അപ്പോൾ നമ്മൾ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴേ അത് കണ്ടുപിടിച്ചത് ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. ലാസ്റ്റ് ആയിട്ട് കോഴ്സ് പേയ്മെൻ്റ് ആണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു കോഴ്സിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്കുള്ള ഫീ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും എമൗണ്ട് ആണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്ക് പേ ചെയ്യേണ്ടത്. സോ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് രണ്ട് രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്താം. പേ ഓൺലൈൻ, അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. ഓഫ്ലൈൻ മോഡിലും അതുപോലെ തന്നെ ഓൺലൈൻ മോഡിലും നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേ ഓഫ്ലൈൻ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡൗൺലോഡ് ചെല്ലാനുണ്ട്. ഈ ഒരു ചെല്ലാൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ടുപോയി ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ ഇവിടെ പേ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓൺലൈൻ മോഡിൽ പേയ്മെൻറ്റ് നടത്താം. സോ ഞാനിവിടെ ഈ ഒരു പേ ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇവിടെ പ്രൊസീഡ് ടു പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ ഇത് ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. യെസ്, അപ്പോൾ ഇവിടെ ഒരു റീഫണ്ട് പോളിസി കാര്യം കൊടുത്തിട്ടുണ്ട്. സോ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. സോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും എൻ്റെ പേര്, അതുപോലെ തന്നെ എത്ര എമൗണ്ട് ആണ് പേ ചെയ്യേണ്ടത് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയും കാർഡ് വഴി, UPI വഴി എങ്ങനെ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.
നിങ്ങൾ കാർഡ് വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഇവിടെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താം. ഇനി അതല്ല UPI വഴിയാണെങ്കിൽ അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അതല്ല നെറ്റ് ബാങ്കിങ് വഴിയാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഈ ഒരു നെറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, സോ എന്തായാലും ഞാനിവിടെ ഈ ഒരു UPI ID ആണ് സെലക്ട് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങളുടെ UPI ID ഓർ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഇവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്രാഷ് പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഈ ഒരു ഫസ്റ്റ് ഫേസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ നേടിയെടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.